ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ 2025 നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ ക്ലാസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻലൈറ്റ്, നമുക്കറിയാം, വാട്സപ്പ് ത്രൂ ഫ്രീ ആയിട്ട് നമ്മൾ ഡെയിലി പോൾസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, വീഡിയോ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു റൂട്ടാണ് യഥാർത്ഥത്തിൽ എൻലൈറ്റ് എന്ന് പറയുന്നത്. സോ എൻലൈറ്റിൻ്റെ വ്യത്യസ്ത മൊഡ്യൂളിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കേട്ടു. നമ്മൾ യൂണിറ്റ് 5 ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അറ്റൻഷൻ ഒരുപാടുണ്ട്. നമ്മൾ അറ്റൻഷന് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഏരിയകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെമ്മറി എന്നുള്ളത്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് 2019 മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഏകദേശം കൂടുതൽ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് 5 നിന്ന് കൂടുതൽ ഏരിയ എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ട് മെമ്മറി എന്നുള്ള ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മെമ്മറിയിൽ നമ്മൾ കവർ ചെയ്യുന്നത് പ്രോസസ് ഓഫ് മെമ്മറി ആൻഡ് മോഡൽസ് ഓഫ് മെമ്മറിയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ് മെമ്മറി എന്നുള്ളത് നമുക്ക് നോക്കാം. മെമ്മറി ഒരു പ്രോസസ്സാണോ അതല്ല മെമ്മറി ഒരു പ്ലേസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ്. കാരണം എന്താ, മെമ്മറി ഈസ് എ പ്രോസസ് ബട്ട് ആൾസോ ഇറ്റ് ഹാസ് എ പ്ലേസ് ഇൻ ദ ബ്രെയിൻ ആസ് വെൽ. അപ്പം മെമ്മറിയുടെ ഫിസിയോളജിക്കൽ ഭാഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ അതിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മെമ്മറി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു പേരാണ് ഹെർമൻ എബിംഗസ് എന്നുള്ളത്. കാരണം മെമ്മറിയുമായിട്ട് ഒരുപാട് പഠിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റാണ് ആര്, ഹെർമൻ എബിംഗസ് എന്നുള്ളത്. ഏകദേശം 1885 അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്തുന്നത്. സോ ഈ ഒരു പേര് നമ്മൾ എന്ത് ചെയ്ത് മറന്നു വരുന്നത്. മെമ്മറി ഈസ് ബോത്ത് എ ഫിസിയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഗോസ് ബിയോണ്ട് സിംപ്ലി റിമെമ്പറിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഏകദേശം സിംപ്ലി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് റിമെമ്പർ ചെയ്യുക എന്നുള്ളതിലപ്പുറത്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് മെമ്മറിക്ക്. നമ്മൾ പറയുമ്പോൾ ഫിസിയോളജിക്കൽ ഉണ്ട്, അല്ലാതെയും ഒക്കെ ഉണ്ട്. നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അലൻ ബാഡ്ലി കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്? അലൻ ബാഡ്ലി നമുക്കറിയാം മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മോഡൽസിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മോഡൽസ് ആയിരുന്നു മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നതും പഠിച്ചിരുന്നതും ഒക്കെ. അപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്താണ്? മെമ്മറി ഈസ് ആൻ ആക്റ്റീവ് സിസ്റ്റം. മെമ്മറി എന്താണ്? ഒരു ആക്റ്റീവ് സിസ്റ്റമാണ് ദാറ്റ് റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻസ്, പുട്സ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ടു എ യൂസബിൾ ഫോം, ഓർഗനൈസ് ഇറ്റ് ആസ് സ്റ്റോർ, ദെൻ റിട്രീവ്സ് ഇൻഫർമേഷൻ ഫ്രം ദ സ്റ്റോറേജ്. സിംപ്ലി നമ്മൾ പറയുകയാണെന്ത്, അതൊരു ആക്റ്റീവ് സിസ്റ്റമാണ്. അതെന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നു. നമ്മുടെ സെൻസറി നെർവ് അഥവാ നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്ന് അവിടെ നിന്നൊക്കെ സെൻസ് എന്ത് ചെയ്യുന്നു? അത് റിസീവ് ചെയ്യുന്നു. എങ്ങനെയാണ്? യൂസബിൾ ഫോമിൽ. അതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും, ലേറ്ററായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു. അതാണ് അദ്ദേഹം മെമ്മറിക്ക് കൊടുത്ത ഡെഫിനിഷൻ. 2025 ജൂണിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ബോർഡുമുള്ളത്. അറേഞ്ച് ദ സീക്വൻസ് ഓഫ് മെമ്മറി പ്രോസസ്. മെമ്മറി പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോസസ് ഓഫ് മെമ്മറി. അതിൽ എങ്ങനെയാണ് മെമ്മറി പ്രോസസ്സ് ചെയ്യുന്നത്? അതിൻ്റെ ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്? എൻകോഡിംഗ് ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, സ്റ്റോറിംഗ് ഉണ്ട്, റിട്രീവൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ഇവല്യൂഷൻ ഓഫ് ദ വേരിയസ് എക്സ്പ്ലനേഷൻസ് ഓർ ദ മോഡൽസ് ഓഫ് മെമ്മറി ഒക്കറിംഗ് ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. 2021 നവംബറിൽ ചോദിച്ച ചോദ്യമാണ്. മൾട്ടി സ്റ്റോർ, വർക്കിംഗ് മെമ്മറി, ലെവൽ ഓഫ് പ്രോസസ്സിംഗ്, ഇന്റർഫിയറൻസ്. ഇതൊക്കെ ഇവല്യൂഷണറി ഓർഡറിൽ ആക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഒരു പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യില്ല, എക്സ്പെക്ട് ചെയ്യില്ല. കാരണം നമ്മൾ മൾട്ടി സ്റ്റോർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും, വർക്കിംഗ് മെമ്മറി പഠിച്ചിട്ടുണ്ടാവും, ലെവൽ ഓഫ് പ്രോസസ്സിംഗ് പഠിച്ചിട്ടുണ്ടാവും, ഇന്റർഫിയറൻസ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ വർഷം ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഡ്യൂറേഷൻ നമ്മൾ അത് ഏത് വർഷത്തിലാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആ സ്റ്റഡീസ് നടന്നത് ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അതും നമ്മൾ നോക്കുക. പിന്നെ അടുത്തത് PYQ 3 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ സീക്വൻസസ് ആസ് പെർ അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻസ് മോഡൽ ഓഫ് മെമ്മറി വെൻ ദ ഇൻഫർമേഷൻ ഈസ് പ്രോസസ്ഡ്. ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, എലാബറേറ്റഡ് റിഹേഴ്സൽ ഉണ്ട്, ലോങ് ടേം ഉണ്ട്, അറ്റൻഷൻ ഉണ്ട്, സെൻസറി ഉണ്ട്. നമ്മൾ മോഡൽസിൽ ഡിസ്കസ് ചെയ്യും, അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ്റെ മോഡലിൽ ഡിസ്കസ് ചെയ്യും. ആ ഒരു മോഡലിൽ നിന്ന് ഇതിനെന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റിറ്റൻഷൻ വിത്തൗട്ട് കോൺഷ്യസ് റീകളക്ഷൻ ഓഫ് സ്കിൽസ് ആൻഡ് ഡിസ്പോസിഷൻ കോൾഡ്? 2020 ചോദിച്ച ചോദ്യമാണ്. ഐക്കോണിക് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി, എക്സ്പ്ലിസിറ്റ്, സെമാറ്റിക്. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ മെമ്മറി എന്നുള്ള പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ്?
അറേഞ്ച് ദ സീക്വൻസ് ഓഫ് മെമ്മറി പ്രോസസ്. 2025 ജൂണിൽ ചോദിച്ചത്. എൻകോഡിംഗ്, പെർസെപ്ഷൻ, സ്റ്റോറിംഗ്, റിട്രീവൽ. അങ്ങനെയെങ്കിൽ മെമ്മറിയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ബട്ട് എന്താണ് മെമ്മറി? മെമ്മറി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മെമ്മോറിയ. മെമ്മറി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മെമ്മോറിയിൽ നിന്നാണ് മെമ്മറി വന്നിട്ടുള്ളത്. ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, ഹ്യൂമൻ മൈൻഡ് റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം ദ എക്സ്റ്റേണൽ വേൾഡ്, സ്റ്റോർസ് ഇറ്റ് ഇൻ സം ഫോം ഫോർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് റീകോൾ ഇറ്റ്, സോ വി ക്യാൻ ഡിറൈവ് മെമ്മറി ആസ് നമ്മൾ എന്ത് ചെയ്യും? മെമ്മറിനെ പറയുന്നു. എങ്ങനെയാണ് ഇതൊരു നമ്മൾ ഇപ്പം ഡെഫിനിഷൻ ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് എന്നുണ്ടെങ്കിലും ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഈ ഒരു റോസാപ്പൂ നോക്കുകയാണ്. നമ്മൾ ഈ റോസ് കണ്ടു. യു സീ ദി റെഡ് റോസ്. നമ്മൾ റോസ് കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്. ആഫ്റ്റർ എ വൈൽ യുവർ ഫ്രണ്ട് ആസ്ക് അബൌട്ട് ഇറ്റ്. നമ്മളെ ഫ്രണ്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഒരു റോസാപ്പൂ കണ്ടു നമ്മൾ പറയും അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഈ മെമ്മറിയുടെ പ്രോസസ്സുകൾ നടക്കുന്നത്. കാരണം നമ്മൾ കാണുന്നു, നമ്മളൊരാൾ ചോദിക്കുന്നു, അതെന്ത് ചെയ്യുന്നു? നമ്മൾ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നു കണ്ടു എന്നുള്ളത്. അപ്പോൾ കാണുന്നു, അത് കോഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു. ഇതാണ് മെമ്മറിയുടെ സിമ്പിളായിട്ട് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം 3 പ്രോസസ്സാണ് മെമ്മറിക്കുള്ളത്. ഒന്നേതാണ്? എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രീവൽ. ദി സ്റ്റേജസ് ആർ 3 ഇൻഡിപെൻഡൻറ്റ് പ്രോസസ് ത്രൂ ഇൻ്റർ റിലേറ്റഡ് സ്റ്റേജസ്. ഇതൊക്കെ റിലേറ്റഡ് ആണ്. കോഡിങ് റിലേറ്റഡ് ആണ്, സ്റ്റോറേജ് റിലേറ്റഡ് ആണ്, റിട്രീവൽ റിലേറ്റഡ് ആണ്. പക്ഷേ 3 ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സും കൂടിയാണ്. എന്താണ് കോഡിങ്? എൻകോഡിങ്. The first process in the memory system is to get sensory information, sight, sound, etc. into a form that brain can use. This is called encoding. എൻകോഡിങ്ങിന് ഒരു കീവേഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൺവേർട്ട് ഇൻ ടു കോഡഡ് ഫോം. എൻകോഡിങ്ങിൻ്റെ മീനിങ് ആണ് കൺവേർട്ടഡ് ഇൻ ടു ഒരു കോഡഡ് ഫോമിലേക്ക് എന്ത് ചെയ്യുക? മാറ്റുക. ശരിക്കും അതന്നെയാണ് സംഭവിക്കുന്നത്. നെർവ് നമ്മുടെ ഓഡിറ്ററി ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഓൾഫാക്ടറി ആണെങ്കിലൊക്കെ അവിടുന്നൊക്കെ സെൻസറി റിസപ്റ്റേഴ്സ് അതിനെന്ത് ചെയ്യുന്നുണ്ട്? കോഡ് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഫോമിലേക്കാക്കി മാറ്റുന്നുണ്ട് അല്ലേ? ഇവിടെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. നമ്മൾ എക്സാമ്പിൾ ഇവിടെ എൻകോഡിങ്ങിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വെൻ പീപ്പിൾ ഹിയർ എ സൗണ്ട് ദയർ ഇയേഴ്സ് ദ വൈബ്രേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മുടെ ചെവിടിലെത്തുക. ആൻഡ് ഇൻ ദ എയർ ഇൻ ടു ദ ന്യൂറൽ മെസ്സേജ് ഫ്രം ദ ഓഡിറ്ററി നെർവ്. അവിടെ ന്യൂറൽ മെസ്സേജ്, അത് ആ ഒരു വൈബ്രേഷൻ ന്യൂറൽ മെസ്സേജസ് ആയി മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഡക്ഷൻ എന്നുള്ളത്. നമ്മൾ അറ്റൻഷൻ്റെ ഭാഗത്തൊക്കെ മേ ബി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദ ബ്രെയിൻ ഇൻ ടു ഇൻ്റർപ്രറ്റ് ദാറ്റ് സൗണ്ട്. സോ ഇതാണ് ഇതിൻ്റെ എൻകോഡിങ്ങിൻ്റെ എക്സാമ്പിൾ. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻകോഡിങ്. എൻകോഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാസ്ഡ് ആൻഡ് സ്പേസ്ഡ് പ്രാക്ടീസ്. നമ്മൾ മാസ്ഡ് ആൻഡ് സ്പേസ്ഡ് പ്രാക്ടീസ് നമ്മൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ഈ ഒരു രൂപത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഫാക്ടേഴ്സ് എൻകോഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആക്കിയിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇൻ സ്പേസ്ഡ് ലേണിംഗ് ദ പ്രാക്ടീസ് ട്രയൽസ് ആർ ഇന്റർസ്പേസ്ഡ് വിത്ത് ദ റെസ്റ്റ് ഓഫ് പീരീഡ്. അപ്പം റെസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്പേസ് നമ്മൾ പറയാറുണ്ട് 25 മിനിറ്റ്സ് നമ്മൾ ക്ലാസ് കേൾക്കുക, ബാക്കി 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് അടുത്ത സെഷൻ നോക്കുക. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ഇൻ മാസ്റ്റർഡ് ലേണിംഗ് ദ മെറ്റീരിയൽ ടു ബി ലേൺഡ് ഈസ് മാസ്റ്റേർഡ് ഇൻ എ സിംഗിൾ സെഷൻ. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബോർഡം ആൻഡ് ഫാറ്റിഗ് ഫ്രം ദ സിറ്റിംഗ്. കൂടുതൽ സമയം ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ നമുക്ക് ക്ഷീണം ബാധിക്കുന്നതിനൊക്കെ നല്ലതാണ്. ബ്രിങ്സ് ബാക്ക് മോട്ടിവേഷൻ ആൻഡ് എന്തൂസിയാസം. നമ്മൾ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് വീണ്ടും കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മാസ്റ്റർ ആൻഡ് സ്പേഷ്യൽ പ്രാക്ടീസ്. അതിൻ്റെ ഒരു ഫാക്ടറാണ് എൻകോഡിങ്ങിൻ്റെ. മറ്റൊന്നെന്താണ്? പ്രൈമസി ആൻഡ് റീസൻസി എഫക്റ്റ്. അത് മർഡോക്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. 1962 അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. പാർട്ടിസിപ്പൻറ്റ് സ്റ്റഡി എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് പ്രസൻറ്റഡ് വൺ അറ്റ് എ ടൈം. ടൈപ്പിക്കൽ സ്റ്റഡീസ് യൂസ് ലിസ്റ്റ് എനിവെയർ ഫ്രം 10 to 40 വേർഡ്സ്. ആഫ്റ്റർ ലിസ്റ്റ് participants perform free recall. They write down or say as many words as they can in order. അദ്ദേഹം പറയാണ്, ചിലപ്പോൾ മർഡോക്കിൻ്റെ ഈ പേര് നിങ്ങൾ എന്ത് ചെയ്യാം? നോക്കുക. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് ഏരിയയിലാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത് ചോദ്യം ചോദിക്കാം. അതെവിടെയാണ്? മെമ്മറിയാണ്. അത് എൻകോഡിങ്, പ്രൈമസി ആൻഡ് റീസൻസി എഫക്റ്റ് ആണ് അദ്ദേഹം അതിലൂടെ ഫൈൻഡ് ചെയ്യുന്നത്. എന്താ ചെയ്തിട്ടുള്ളത്? 40 വേർഡ്സ് കൊടുക്കുകയാണ്. 10 to 40 വേർഡ്സ് കൊടുത്തിട്ട് അവരോട് പറയുകയാണെന്ത്? കുറച്ച് കഴിഞ്ഞിട്ട് അത് എടുത്തു മാറ്റിയിട്ട് അവരോട് അത് റീകോൾ ചെയ്യാൻ പറയുകയാണ്. അപ്പം അവർ എന്താണ് റിസൾട്ട് കൊടുത്ത് വന്നത്? അദ്ദേഹത്തിന് ലഭിച്ച ഫൈൻഡിങ്സ്: ഐറ്റംസ് നിയർ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ് ആർ റീകോൾഡ് എസ്പെഷ്യലി വെൽ. നല്ല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റീകോൾ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ, ബിഗിനിങ്. അതാണ് പ്രൈമസി എഫക്റ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഐറ്റംസ് നിയർ ദ എൻഡ് ഓഫ് ലിസ്റ്റ് ആൾസോ റീകോൾഡ് എസ്പെഷ്യലി വെൽ. തുടക്കത്തിൽ മാത്രമല്ല, അവസാനം പറഞ്ഞ വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്?
പെട്ടെന്ന് റീകോൾ ചെയ്തിട്ടുണ്ട്, ആളുകൾ കൂടുതൽ അത് എഴുതിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് റീസൻസി എഫക്റ്റ്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് എഫക്റ്റ് അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ സ്റ്റഡിയിലൂടെ ഫൈൻഡ് ചെയ്യാണ്. മിഡിൽ ഐറ്റംസ് ആർ റീകോൾഡ് ലെസ് ഓഫൺ. അപ്പോൾ സ്വാഭാവികമായിട്ട് നടുവിലുള്ള എന്തായിരിക്കും, കുറച്ച് ആളുകൾ മാത്രമേ റീകോൾ ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻകോഡിങ്ങിൽ വരുന്നതാണ് ഇമേജറി കോഡിംഗ് ആൻഡ് സെമാൻറ്റിക് കോഡിംഗ്. 2 important ways to we encode information into മെമ്മറി. അതൊരു ഇമ്പോർട്ടൻറ്റ് വേസ് ആണ് നമ്മൾ ഇൻഫർമേഷൻ മെമ്മറിയിൽ എൻകോഡ് ചെയ്യുന്ന. ഇമേജറി കോഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് ഇൻഫർമേഷൻ ബൈ ക്രിയേറ്റിംഗ് മെൻ്റൽ ഇമേജസ് ഓഫ് ദ ഐറ്റം ഓർ കൺസെപ്റ്റ്. നമ്മൾ എക്സാമിനൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ പുതിയ കൺസെപ്റ്റൊക്കെ എന്താ ചെയ്യുക, ഒരു മെൻ്റൽ ഇമേജ് ആക്കിയിട്ട് പഠിക്കുക, അപ്പോൾ കുറച്ചുകൂടി തലയിൽ കയറും എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ആണ് റിമെമ്പറിംഗ് ദ വേർഡ് ആപ്പിൾ ബൈ പിക്ചറിങ് എ റെഡ് ആപ്പിൾ ഇൻ യുവർ മൈൻഡ്. സിമ്പിൾ. ഇമേജറി കോഡിംഗ് സ്ട്രെങ്തൻസ് മെമ്മറി ബൈ പിക്ചറിങ് ഇൻഫർമേഷൻ. ഓക്കെ, നമുക്കറിയാം വിഷ്വലിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് എത്രയാണ് മെമ്മറി എന്നുള്ളത്. പിന്നെ സെമാൻറ്റിക് കോഡിംഗ് സ്റ്റോറിങ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് മീനിങ് റേദർ ദാൻ ഇറ്റ്സ് എക്സാക്ട് സെൻസ്. ഓക്കെ, അതിൻ്റെ എക്സാക്ട് സെൻസിൽ നിന്ന് ഇൻഫർമേഷൻ എന്താണ്, മീനിങ്ങിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ റിമെമ്പറിംഗ് ദാറ്റ് ഡോഗ് ഈസ് എൻ ആനിമൽ ദാറ്റ് ബാർക്സ്. ഡോഗ് ഈസ് എൻ ആനിമൽ ദാറ്റ് ബാർക്സ് റേദർ ദാൻ റിമെമ്പറിംഗ് ദ എക്സാക്ട് സൗണ്ട് ഓഫ് വേർഡ് ഡോഗ് ഓർ ഡീറ്റെയിൽസ് സൗണ്ട് അപ്പിയറൻസ്. സോ അതിൻ്റെ വാർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് മീനിങ് കൊടുക്കാം. സെമാൻറ്റിക് കോഡിംഗ് സ്ട്രെങ്തൻസ് മെമ്മറി ബൈ അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ. മറ്റേതെന്താണ്, ബൈ പിക്ചറൈസിങ് ഇൻഫർമേഷൻസ്. ഓക്കെ, അടുത്തത് സൈക്കോളജിസ്റ്റ് ഗാർഡൻ ബോവർ വാണ്ടഡ് ടു ടെസ്റ്റ് വെദർ ഓർഗനൈസിങ് ഇൻഫർമേഷൻ ബൈ മീനിങ്ഫുൾ കാറ്റഗറീസ് ഇംപ്രൂവ്സ് മെമ്മറി കമ്പയർഡ് ടു ആൻ അൺഓർഗനൈസ്ഡ് ലിസ്റ്റ്. നമ്മുടെ മെമ്മറിക്ക് ഓർഗനൈസ് ചെയ്തതാണോ ഓർഗനൈസ് ചെയ്യാത്തതാണോ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുക, മെമ്മറിക്ക് പെട്ടെന്നായിട്ട് സ്വീകരിക്കാൻ പറ്റുക, റീകോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എൻകോഡ് ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ഒരു സ്റ്റഡി നടത്തുകയാണ്. പാർട്ടിസിപ്പൻസ് വേർ ആസ്ക്ഡ് ടു ലേൺ എ ലിസ്റ്റ് ഓഫ് 112 വേർഡ്സ്. ഓർഗനൈസ്ഡ് കണ്ടീഷൻസും റാൻഡം കണ്ടീഷൻസും ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്നത് റീകോൾ അബൌട്ട് അപ്രോക്സിമേറ്റ്ലി 65% ഓഫ് വേർഡ്സ് ഓൺ ദ ഫസ്റ്റ് ട്രയൽ ആൻഡ് നിയർലി 100% ആഫ്റ്റർ few trials. But in random group recalled only 19% of the words. അപ്പം എന്താണ് അത് അവിടെ നടക്കുന്നത്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റി ആളുകൾക്ക്, പാർട്ടിസിപ്പൻസിന്. പക്ഷെ റാൻഡം ആയിട്ടുള്ളതോ പറ്റിയിട്ടില്ല. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ട് ഫുഡിൻ്റെ അണ്ടറിൽ ഫ്രൂട്ട്സ്, ആപ്പിൾസ്, അതിൽ ഫുഡിൽ ഫ്രൂട്ട്സിൻ്റെ അണ്ടറിൽ ആപ്പിൾ, അടുത്തത് വെജിറ്റബിളിൻ്റെ അണ്ടറിൽ എന്ത്, അതുപോലെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ. അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തപ്പോൾ കൂടുതൽ ആളുകൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ബവർ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്റ്റോറേജ് എൻകോഡിങ് ഏകദേശം നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയകളൊക്കെ പറഞ്ഞു. ഇത്ര മാത്രമല്ല, എൻകോഡിങ് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ ഒരു വെറും ചെറിയ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. സോ അതുകൊണ്ട് തന്നെ എൻകോഡിങ് നമ്മൾ പറഞ്ഞു. ഇനി സ്റ്റോറേജ് ആണ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മെമ്മറി ഈസ് ടു ഹോൾഡ് ഓൺ ദ ഇൻഫർമേഷൻ ഫോർ സം പീരിയഡ് ഓഫ് ടൈം ഇൻ പ്രോസസ് കോൾഡ് സ്റ്റോറേജ്. ദ പീരിയഡ് ഓഫ് ടൈം വിൽ ആക്ച്വലി ബി ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ഡിപ്പെൻഡിങ് ഓൺ ദ സിസ്റ്റം ഓഫ് മെമ്മറി ബീങ് യൂസ്ഡ്. അത് ഓരോ ഇൻഡിവിജ്വലിന് ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സെൻസറി ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട് സ്റ്റോറേജിൽ. പിന്നെ റിട്രീവൽ ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം മെനി പീപ്പിൾ, ഒരുപാട് ആളുകളുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലമാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ച് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യുക, ഓർമ്മിച്ചിട്ട് മൈൻഡിലേക്ക് വരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് റിട്രീവൽ എന്നുള്ളത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ അത് റിട്രീവലിനുള്ള പ്രശ്നമാണോ നോക്കാം നമുക്ക്. റിട്രീവൽ ഈസ് ദ തേർഡ് സ്റ്റേജ് ഓഫ് മെമ്മറി. ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ വൺ ഈസ് ഏബിൾ ടു റിക്കവർ ഇറ്റ് ഫ്രം ഹെർ ഓർ ഹിസ് മെമ്മറി. മെമ്മറി ഫെയിലിയർ ക്യാൻ ഓക്കർ അറ്റ് എനി ഓഫ് ദി സ്റ്റേജസ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സ്റ്റേജിൽ എവിടെയും മെമ്മറി എന്ത് ചെയ്യാം, മെമ്മറി ഫെയിലിയർ ആവാം. യു മേ ഫെയിൽ ടു റീകോൾ ആൻ ഇൻഫർമേഷൻ ബിക്കോസ് യു ഡിഡ് നോട്ട് എൻകോഡ് ഇറ്റ് പ്രോപ്പർലി. നമ്മൾ പ്രോപ്പറായിട്ട് അത് എൻകോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഫെയിലിയർ ആവാം, അതല്ലെങ്കിൽ സ്റ്റോറേജ് വീക്കായി കഴിഞ്ഞാൽ അവിടെ ഫെയിലിയർ ആവാം, ഓർ റിട്രീവ് ചെയ്യുമ്പോഴും അത് ഫെയിലിയർ ആവാം. സോ 3 സ്റ്റേജിലും എന്താണ്, ആ പ്രോസസ്സിന് 3 സ്റ്റേജിലും ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിട്രീവൽ പ്രോസസ്സ്. റിട്രീവൽ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റിട്രീവൽ ക്യൂസ്, റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്സ്, എലാബറേറ്ററി റിഹേഴ്സൽ, സ്കീമ. നോക്കാം എന്താണ് റിട്രീവൽ ക്യൂസ്. Stimuli that help trigger the recall of memory. External cues. Smell of perfume reminds you of a person. അല്ലേ, ചില ആളുകളുണ്ട് അവർ ഒരേ രൂപത്തിലുള്ള പെർഫ്യൂമാണ് യൂസ് ചെയ്യുക, അതുകൊണ്ട് ആ ഒരു പെർഫ്യൂമിൻ്റെ മണം
നമ്മളെ സ്മെല്ല് ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരാളെ നമ്മളെ മൈൻഡിലേക്ക് വരും. സോ അതാണ് എക്സ്റ്റേണൽ ക്യൂസ്. റിട്രീവൽ ക്യൂസിൽ വരുന്ന ഒരു സബ് പാർട്ടാണ് എക്സ്റ്റേണൽ ക്യൂസ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് ട്രിഗർ ചെയ്യാണ്, നമ്മുടെ മെമ്മറിനെ റീകോൾ ചെയ്യാൻ. ആ ഒരു സ്റ്റിമുലസ് ആയിരിക്കും അതിൻ്റെ ട്രിഗർ. ഇൻറ്റേർണലോ എ പെർട്ടിക്കുലർ ഇമോഷൻ ഹെൽപ്പ് റീകോൾ എ സാഡ് മെമ്മറി. ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻ വരുമ്പോൾ പഴയ ഓർമ്മയിലേക്ക് പോകുന്ന ആളുകളുണ്ട് അല്ലേ, അതാണ് ഇൻറ്റേർണൽ ക്യൂസ്. അസോസിയേറ്റീവ് ക്യൂസ് ഓഫ് ഹിയറിംഗ് ദ വേർഡ് ബീച്ച് ഹെൽപ്സ് ടു റീകോൾ സാഡ്. ഓക്കെ, അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. റിട്രീവൽ ക്യൂസ് അതാണ്. റീകൺസ്ട്രക്റ്റീവ് പ്രോസസ് എന്താണ്? റിട്രീവൽ ഈസ് നോട്ട് ലൈക്ക് എ റിപ്ലേയിങ് എ വീഡിയോ. വി റീബിൽഡ് മെമ്മറീസ് യൂസിങ് സ്റ്റോർഡ് ഡീറ്റെയിൽസ്, നോളജ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഈ ടെസ്റ്റിമണിയിലൊക്കെ യഥാർത്ഥത്തിൽ വരുന്നത് സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു ഏതെങ്കിലും ഒരു വിഷ്വൽ കണ്ടാൽ അത് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. ചിലപ്പം ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ അവിടെ എത്തുന്ന പോലെ നമുക്ക് തോന്നും, അതല്ലെങ്കിൽ നമുക്ക് ശരിക്ക് അത് നടന്നതായിട്ട് തന്നെ തോന്നാം, പക്ഷേ ആ ആൾ ചിലപ്പോൾ അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യും, അവിടെ ഒരാളെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ ഒരു വിഷ്വൽ കംപ്ലീറ്റ് ചെയ്യും. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റ് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇലാബറേറ്റീവ് റിഹേഴ്സൽ നമുക്കറിയാം. ഇലാബറേറ്റീവ് റിഹേഴ്സൽ അറ്റ്കിൻസൻ്റെ ഷിഫ്രിൻ്റെയും മോഡൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എൻകോഡിങ് ഇൻഫർമേഷൻ ബൈ ലിങ്കിങ് ഇറ്റ് ടു എക്സിസ്റ്റിംഗ് നോളജ് ഓർ ആഡിങ് മീനിങ്, ഡീപ് പ്രോസസ്സിംഗ് rather than raw repetition. Instead of just repeating rose, think a rose is a red flower often given a Valentine's Day. സോ അത് എന്താ പറയുക, നമുക്കറിയാം ഇലാബറേറ്ററി റിഹേഴ്സൽ എന്താണെന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക, റിഹേഴ്സ് ചെയ്യുക, കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കുക. അപ്പോൾ റോസ് എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് റോസ് എന്ന് പറഞ്ഞാൽ റോട്ട് റിപ്പീറ്റേഷന് പകരം എന്ത് ചെയ്യുക, എ റോസ് ഈസ് എ റെഡ് ഫ്ലവർ. അതൊരു റെഡ് ഫ്ലവറാണ്, നമ്മൾ വാലന്റൈൻസ് ഡേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. പിന്നെ സ്കീമ, ഓർഗനൈസ്ഡ് മെൻ്റൽ ഫ്രെയിംവർക്ക് ഓർ കൺസെപ്റ്റ് ദാറ്റ് ഹെൽപ്സ് ഇൻറ്റർപ്രറ്റ് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ. റോൾ ഇൻ റിട്രീവൽ എന്താണ്? സ്കീമാസ് ഗൈഡ് റീകോൾ ബൈ ഹൈലൈറ്റിംഗ് എക്സ്പെക്റ്റഡ് ഡീറ്റെയിൽസ് ബട്ട് ദേ ക്യാൻ കോസ് ഫാൾസ് മെമ്മറീസ് വെൻ വി ഫിൽ ഇറ്റ് മിസ്സിംഗ് ഡീറ്റെയിൽസ്. നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സ്കീമ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ PYQ നോക്കാം. നമ്മൾ എൻകോഡിങ് പറഞ്ഞു, അതിൻ്റെ ഓപ്ഷനായിട്ടുള്ള എൻകോഡിങ് പറഞ്ഞു, സ്റ്റോറിങ് പറഞ്ഞു, റിട്രീവൽ പറഞ്ഞു. അറേഞ്ച് ദ സീക്വൻസ് ഓഫ് മെമ്മറി പ്രോസസ് 2025 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. എന്തൊക്കെ ഉള്ളത്? ACBD. നമുക്കറിയാം പെർസെപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ബട്ട് നമുക്കറിയാം പെർസെപ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് വരിക. ആദ്യം പെർസീവ് ചെയ്തിട്ടാണല്ലോ എന്ത് ചെയ്യുക, എൻകോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പെർസെപ്ഷൻ ആണ് ആദ്യം. അപ്പോൾ B വരുന്നത് ഏതൊക്കെ? ഈ രണ്ട് ഓപ്ഷനാണ് B വരുന്നതുള്ളത്. അപ്പോൾ ഇത് നോക്കാം. BDCA, BD. രണ്ടാമത് റിട്രീവൽ വരുമോ? ഇല്ല, ഒരിക്കലും വരില്ല. സോ ഇതല്ല. പിന്നെ അടുത്തതാണ് BACD. ഫസ്റ്റത്തേത് B ഏത് വരുന്നു? പെർസെപ്ഷൻ വരുന്നു. 2 A വരുന്നു, എൻകോഡിങ് വരുന്നു. 3 C വരുന്നു, സ്റ്റോറിങ് വരുന്നു. 4 D വരുന്നു, റിട്രീവൽ വരുന്നു. ശരിയാണോ? യെസ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ആൻസർ BACD. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആ ക്വസ്റ്റ്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പം സിമ്പിളായിരിക്കും. അവിടെ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയയാണ്. പെർസെപ്ഷൻ എന്ത് ചെയ്തു, അവരിടയിൽ വെച്ചു കൊടുത്തു. നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മൾ 3 പ്രോസസ്സാണ്, 3 സ്റ്റേജസ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ ഓപ്ഷനിൽ എന്ത് ചെയ്തു, പെർസെപ്ഷനും കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ മേ ബി ഇനി ഒരു ഓപ്ഷൻ വരാം, അറ്റൻഷനും കൂടെ അതിൽ കൊടുക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. നമുക്കറിയണം എന്താണ് ഇതിവിടെ വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്. സോ നമ്മൾ ഏത് എഴുതണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ ഓപ്ഷനുകളും എന്ത് ചെയ്യണം, അറിയണം. അപ്പം മെമ്മറിയുടെ ഫസ്റ്റ് പാർട്ട്, ആദ്യത്തെ പാർട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ മെമ്മറിയുടെ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.